അസ്സലാമലൈക്കും. ബ്ലോഗർ പാത്തുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കൂന്തൽ തോരൻ വെക്കുന്നതാണ്. അതെങ്ങനെയാണെന്നൊന്ന് കാണണ്ടേ? അപ്പോഴും നമുക്ക് ആദ്യമായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ പൊട്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേപ്പില ഇടാം. വേപ്പില ഇട്ടതിന് ശേഷം സവാള ചെറുതായി കൊത്തി വരുന്നത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. ഇത് എൻ്റെ സ്റ്റൈലിൽ വയ്ക്കുന്ന കണവാ തോരനാണ്. ഞങ്ങളുടെ നാട്ടിൽ കൊല്ലത്ത് കണവയെന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്തോ പറയുന്നതെന്നോ എനിക്ക് അറിഞ്ഞൂടാ. അത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം. ഈ സവാള കൊത്തി എരിഞ്ഞ് നല്ലതുപോലെ വാടി വരുമ്പോഴത്തേക്ക് നമ്മളെന്തോ ചെയ്യും, ഈ കണവ കഴുകി വെച്ചിരിക്കുന്ന ഈ കണവ നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കും. പലരും പല രീതിയിലാണ് വെക്കുന്നത്. ഇത് എൻ്റെ സ്റ്റൈലിൽ വെക്കുന്ന കണവാ തോരനാണ്. ഉപ്പ് തൂക്കി കൊടുക്കും. ഉപ്പ് തൂക്കിയിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇതങ്ങോട്ട് ഇളക്കും. എന്നിട്ട് അരമണിക്കൂർ നമുക്ക് അടച്ച് വയ്ക്കാം. ഇത് അരമണിക്കൂർ അടച്ച് വെച്ച് വേകണം കേട്ടോ. ഈ കണവാ തോരൻ്റെ കൂട്ട് എന്താണെന്ന് അറിയണ്ടേ? ഒരു മുറി തേങ്ങ, 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ വെളുത്തുള്ളി, 5 പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, കറി മസാല 1 സ്പൂൺ. ഇത്രയാണ് ഇതിൻ്റെ കൂട്ട്. ഇത് ഇത്രയും ഒന്ന് മിക്സിയിൽ നമുക്ക് ചതച്ചെടുക്കാം. ഗൈസ്, ഇതെല്ലാം കൂടെ അരച്ച് ചതച്ച് എടുത്തിട്ടുണ്ട്. മിക്സിയിലൊന്ന് കറക്കി ക്രഷ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് തട്ടിയിടാം. ഇതുപോലെ വേകുന്ന സമയത്തായിരിക്കണം നമ്മൾ ഈ അരച്ച സാധനങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത്. ഇളക്കി കൊടുക്കണം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് അടച്ച് വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മളെ കണവ തോരൻ ഇതേ രീതിയിലാവണം. ഉണ്ടാവും, വെള്ളമില്ലാതെ പറ്റി നല്ല റോസ്റ്റ് പരുവത്തി ഇരിക്കണം തോരൻ. എങ്കിലാണ് ടേസ്റ്റ് വരുന്നത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഞാൻ എൻ്റെ സ്റ്റൈലിൽ വെച്ചതാണ് ഇങ്ങനെ. ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ അറിയിക്കണം കൊള്ളാമോ കൊള്ളൂലേന്ന്. അടുത്ത വീഡിയോയുമായി നാളെ കാണാം. ടാറ്റാ.